അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏവർക്കും ഖുർആൻ വസന്തം എന്ന ചാനലിലേക്ക് സ്വാഗതം. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായമായ സൂറത്തുൻ നിസായിലെ 45 വരെയുള്ള ആയത്തുകളാണ് നാം ഇന്നലെ വരെ പാരായണം ചെയ്യുകയും അതിൻ്റെ തഫ്സീറുകളെല്ലാം മനസ്സിലാക്കുകയും ചെയ്തത്. എന്തായിരുന്നു 45-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു നമുക്ക് വ്യക്തമാക്കി തന്നത്? വിശ്വാസികളെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്ന ശത്രുക്കളുടെ എല്ലാ രഹസ്യതന്ത്രങ്ങളും അള്ളാഹുവിന് അറിയാമെന്നും അള്ളാഹുവിനെ മാത്രം സഹായിയും രക്ഷകനുമായി കണ്ടാൽ മതിയെന്നും അള്ളാഹു തആല ഉറപ്പു നൽകുന്നു. ഇതായിരുന്നു ഇന്നലെ നാം അവസാനമായി പറഞ്ഞു നിർത്തിയത്. ഇൻഷാ അള്ളാഹ് നമുക്ക് 46 മുതലുള്ള ആയത്തുകളൊന്ന് വ്യക്തമാക്കാനുണ്ട്. എന്താണ് 46-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു വ്യക്തമാക്കുന്നത് എന്ന് നമുക്കൊന്ന് കേട്ടുനോക്കാം. واسمع غير مسمع وراعنا ليا بألسنتهم وطعنا في الدين ولو أنهم قالوا سمعنا وأطعنا واسمع وانظرنا لكان خيرا لهم وأقوم ولكن لعنهم الله بكفرهم فلا يؤمنون إلا قليلا. എന്താണ് 46-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു തആല വ്യക്തമാക്കുന്നത്? യഹൂദന്മാരിൽപ്പെട്ട ചിലർ വേദവചനങ്ങളുടെ, അതായത് അവയുടെ യഥാർത്ഥ സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റിമറിക്കുന്നു. അവർ തങ്ങളുടെ നാവുകൾ വളച്ചൊടിച്ചുകൊണ്ടും ദീനിനെ, അതായത് ഇസ്ലാമിനെ പരിഹസിച്ചുകൊണ്ടും പറയും, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ അനുസരിച്ചില്ല എന്നും, കേൾക്കപ്പെടാത്തവനായ നീ കേൾക്കുക എന്നും, റാഇന, അതായത് ഞങ്ങളെ പരിപാലിക്കുക. എന്നാൽ യഹൂദ ഭാഷയിൽ ഇതിന് മോശം അർത്ഥമുണ്ട് എന്നും അതിനു പകരം ഞങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്തു എന്നും, ഞങ്ങൾ പറയുന്നത് കേൾക്കൂ എന്നും, ഉൻദുർന, അതായത് ഞങ്ങളിലേക്ക് നോക്കൂ എന്നുമാണ് അവർ പറഞ്ഞിരുന്നതെങ്കിൽ അതവർക്ക് ഏറെ ഉത്തമവും നീതിപൂർവവും ആകുമായിരുന്നു. എങ്കിലും അവരുടെ അവിശ്വാസം കാരണം അള്ളാഹു അവരെ ശപിച്ചിരിക്കുന്നു. അതിനാൽ അവരിൽ കുറച്ചു പേരല്ലാതെ വിശ്വസിക്കുകയില്ല. എന്താണ് ഇത് വ്യക്തമാക്കുന്നതെന്നറിയുമോ സുഹൃത്തുക്കളെ? പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ വന്നിരുന്ന ചില യഹൂദന്മാർ തങ്ങളുടെ നാവുകൾ വളച്ചൊടിച്ച് ഇരട്ട അർത്ഥമുള്ള വാക്കുകൾ ഉപയോഗിച്ച് പ്രവാചകനെ അനാദരിക്കാൻ ശ്രമിച്ചിരുന്നു. ഉദാഹരണത്തിന്, റാഇന എന്ന അറബി വാക്കിന് ഞങ്ങളെ ശ്രദ്ധിക്കൂ എന്നാണെങ്കിലും അവരുടെ ഹീബ്രു ഭാഷയിൽ അതിന് വിഡ്ഢി അല്ലെങ്കിൽ ദുഷ്ടൻ എന്ന അർത്ഥമാണുള്ളത്. അവർ ഇസ്ലാമിനെ പരിഹസിക്കാൻ വാക്കുകൾ മാറ്റിമറിച്ചതിനെ ഖുർആൻ ഇവിടെ തുറന്നു കാട്ടുകയാണ് ചെയ്യുന്നത്. അടുത്തതായി നമുക്ക് 47-ാമത്തെ ആയത്തിലേക്ക് പ്രവേശിക്കേണ്ടതുണ്ട്. എന്താണ് 47-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു തആല പറയുന്നത് എന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. يا أيها الذين أوتوا الكتاب آمنوا بما نزلنا مصدقا لما معكم من قبل أن نطمس وجوها فنردها على أدبارها أو نلعنهم كما لعنا أصحاب السبت وكان أمر الله مفعولا. എന്താണ് 47-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു തആല വ്യക്തമാക്കുന്നത്? വേദം നൽകപ്പെട്ടവരെ ചില മുഖങ്ങളെ തുടച്ചു മാറ്റി മലർത്തി മറിക്കുകയോ അല്ലെങ്കിൽ ശബ്ബത്ത് ശനിയാഴ്ച ദിവസം ലംഘിച്ചവരെ നാം ശപിച്ചതുപോലെ അവരെയും ശപിക്കുകയോ ചെയ്യുന്നതിന് മുമ്പായി നിങ്ങളുടെ പക്കലുള്ള വേദഗ്രന്ഥങ്ങളെ ശരിവെച്ചുകൊണ്ട് നാം അവതരിപ്പിച്ച ഈ ഗ്രന്ഥത്തിൽ, അതായത് ഖുർആനിൽ നിങ്ങൾ വിശ്വസിക്കുവിൻ. അള്ളാഹുവിൻ്റെ കൽപ്പന എപ്പോഴും നടപ്പിലാക്കപ്പെട്ടതാകുന്നു എന്നാണ് ഈ ആയത്തിലൂടെ വ്യക്തമാക്കുന്നത്. ഒന്നുകൂടി വ്യക്തമാക്കുകയാണെങ്കിൽ, തൗറാത്തും ഇഞ്ചീലും വിശ്വസിക്കുന്ന ജൂത ക്രൈസ്തവ വിഭാഗങ്ങളോട് അതിനെ ശരിവെച്ചുകൊണ്ട് വന്ന ഖുർആനിൽ വിശ്വസിക്കാൻ ആവശ്യപ്പെടുന്നു. പഴയ കാലത്ത് ശനിയാഴ്ചത്തെ നിയമം ലംഘിച്ചതിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെട്ട ചരിത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് കടുത്ത ദൈവകോപത്തിനിരയാകുന്നതിന് മുമ്പ് സത്യം സ്വീകരിക്കാൻ അവരെ ഇതിലൂടെ താക്കീത് ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്തതായി സുഹൃത്തുക്കളെ, 48-ാമത്തെ ആയത്ത് കൂടി നമുക്കൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്.
ചെയ്യേണ്ടതുണ്ട്. എന്താണ് 48-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു തആല പറയുന്നതെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. إن الله لا يغفر أن يشرك به ويغفر ما دون ذلك لمن يشاء ومن يشرك بالله فقد افترى إثما عظيما. അപ്പോൾ 48-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു പറയുന്നു, തന്നോട് പങ്കുചേർക്കപ്പെടുന്നതിനെ, അതായത് ശിർക്ക്, തീർച്ചയായും അള്ളാഹു പൊറുക്കുകയില്ല. അതല്ലാത്ത മറ്റെല്ലാ പാപങ്ങളും അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു തആല പുറത്തു കൊടുക്കുന്നതാണ്. അള്ളാഹുവോട് പങ്കുചേർക്കുന്നവൻ തീർച്ചയായും വലിയൊരു പാപമാണ് കെട്ടിച്ചമച്ചിരിക്കുന്നത്. എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, നാം കൂട്ടത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്, അള്ളാഹു അല്ലാത്ത ആരോടെങ്കിലും നിങ്ങൾ കൈകൾ ഉയർത്തുന്നുണ്ടെങ്കിൽ, അള്ളാഹു അല്ലാത്തവരോട് സഹായം ചോദിക്കുകയോ ഇസ്തിഗാസ നടത്തുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ അള്ളാഹുവിൽ പങ്കുചേർക്കപ്പെട്ടിരിക്കുന്നു. അള്ളാഹു തആല ഒരിക്കലും പൊരുത്തപ്പെട്ടു തരാത്ത സബുൽ മൂബിക്കാത്തിൽ തന്നെ ഒന്നാമത്തെ പാപമായ ശിർക്കാണ് അത്. ഒരിക്കലും മഖ്ബറുകളിൽ പോയിക്കൊണ്ട് അവിടെ കിടക്കുന്ന ഔലിയാക്കളോടായിക്കോട്ടെ, എത്ര വലിയ മഹാന്മാരായിക്കോട്ടെ, അവരോടൊന്നും നമ്മുടെ കൈകൾ ഉയർത്തിക്കൊണ്ട് സഹായം ചോദിക്കാനോ പങ്കുചേർക്കാനോ പാടില്ല എന്നാണ് ഇതിൽ നിന്നും വ്യക്തമാക്കുന്നത്. നാം ഓരോരുത്തരും സൂറത്തുൽ ഫാത്തിഹ മുതൽ കേൾക്കാൻ തുടങ്ങിയതാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നതിൻ്റെ അർത്ഥം തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക സുഹൃത്തുക്കളെ. ഇയ്യാക നഅ്ബുദു, ഞാൻ നിന്നോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ, വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രമേ സഹായം ചോദിക്കുകയുള്ളൂ എന്ന് അല്ലാഹു തആലയോട് കരാർ നൽകുന്ന ആളുകളാണ് നാം ഓരോരുത്തരും. ഒരിക്കലും ആ കരാർ ലംഘിക്കരുത്. കരാർ ലംഘിക്കുന്നവന് ഇസ്ലാമിൽ മാരകമായ ശിക്ഷയാണെന്ന് ഓർക്കുക, കൂട്ടത്തിൽ പറഞ്ഞു പോവുകയാണ്. അപ്പോൾ നമുക്ക് 48-ാമത്തെ ആയത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. എന്താണ് അല്ലാഹു തആല അതിൽ ഒന്നുകൂടി കൂടുതൽ വ്യക്തമാക്കി തരാം. ഇസ്ലാമിലെ ഏറ്റവും വലിയ പാപമായ ശിർക്കിനെ, അതായത് അള്ളാഹുവിൽ പങ്കുചേർക്കൽ, ഇതിനെക്കുറിച്ചാണ് ഈ ആയത്ത് വ്യക്തമാക്കുന്നത്. മറ്റ് തെറ്റുകൾ അള്ളാഹു തൻ്റെ കാരുണ്യത്താൽ മാപ്പ് നൽകിയേക്കാം. എന്നാൽ ഒരാൾ ശിർക്കിൽ അടിയുറച്ച് പക്ഷാതപിക്കാതെ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ പാപം അള്ളാഹു ഒരിക്കലും പൊറുക്കുകയില്ലെന്ന കടുത്ത മുന്നറിയിപ്പാണ് സുഹൃത്തുക്കളെ ഈ ആയത്ത് നമുക്ക് നൽകുന്നത്. എന്തിനാണ് സുഹൃത്തുക്കളെ അള്ളാഹു അല്ലാത്ത വേറൊരാളുടെ കൂടെ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? എന്തിനാണ് അള്ളാഹു അല്ലാത്തവരുടെ ജാറങ്ങളിൽ പോയിക്കൊണ്ട് നമ്മൾ കൈകൾ ഉയർത്തുന്നത്? ഇത്രത്തോളം മാരകമായ പാപമാണെന്ന് നമ്മൾ അറിഞ്ഞുകൊണ്ട് എന്തിനാണ് അള്ളാഹു അല്ലാത്തവരുടെ മുമ്പിൽ കൈകൾ നീട്ടാൻ പോകുന്നത്? എൻ്റെ സുഹൃത്തുക്കളെ, നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം, ഇസ്ലാമിൽ ഒരൊറ്റ ദൈവമേ ഉള്ളൂ. ഈ ലോകത്ത് തന്നെ മാനവർക്ക് വേണ്ടി മുഴുവൻ ഉള്ളത് ഒറ്റ ദൈവമേ ഉള്ളൂ. ഈ ദൈവത്തിനോട് മാത്രം കൈകൾ ഉയർത്തുക. അതാണ് അള്ളാഹു. ഏകനായ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുകയും അവനോട് മാത്രം സഹായം ചോദിക്കുകയും അവനോട് മാത്രം നേർച്ച വഴിപാടുകൾ നടത്തുകയും ചെയ്യണം എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. കൂട്ടത്തിൽ പറഞ്ഞുപോയി എന്ന് മാത്രം. അത്രത്തോളം ഗൗരവമുള്ള ഒരു ആയത്താണ് നാം ഇവിടെ പാരായണം ചെയ്തത്. ഈ 48-ാമത്തെ ആയത്തിലൂടെ ശിർക്കിനെതിരെ അല്ലാഹു തആല ഏറ്റവും കൂടുതൽ ശക്തിയിൽ ആഞ്ഞടിച്ച ഒരു ആയത്ത് തന്നെയാണ് ഇത്. അപ്പോൾ അല്ലാഹു തആലയെ അനുസരിച്ച് ജീവിക്കാനും ഇതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അല്ലാഹു തആല നാം ഏവരെയും കാക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. സുഹൃത്തുക്കളെ, കൂട്ടുകാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രമിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.